ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. അടിപൊളി രുചിയാട്ടോ ഈ ഒരു കൂട്ടുകറിക്ക്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് കടലയാണ്. തലേ ദിവസം രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടല വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കടല കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം. തലേ ദിവസം സോക്ക് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് പാനിൽ വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 25 മിനിറ്റൊക്കെ മതിയാകും കടല നന്നായിട്ട് വെന്ത് വരാൻ. ഇതിപ്പം കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് ചേനയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പും കൂടി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചും കൂടി ഒഴിക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് ഒരു പിടി ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാട്ടോ. ഇത് കൂട്ടുകറി ചേർക്കുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും. അപ്പം ഇത് നമുക്കിനി കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ അടിപൊളി ടേസ്റ്റ് വാട്ടോ ഇതിന്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.